വെൽക്കം ടു മൈ ചാനൽ. ഡിഗ്രി പ്രിലിംസ് എക്സാമിൻ്റെ ചോദ്യപേപ്പറിൽ നിന്നെടുത്ത കുറച്ച് ക്വസ്റ്റ്യനുകളാണ് ഈ വീഡിയോയിലൂടെ അവതരിപ്പിക്കുന്നത്. വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടുകയാണെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യണേ. ഒന്നാമത്തെ ചോദ്യം ഇതാണ്: താഴെ തന്നിരിക്കുന്നവയിൽ കേരള പോർച്ചുഗീസ് ബന്ധങ്ങളെ സംബന്ധിച്ചുള്ള ശരിയായ പ്രസ്താവന അല്ലെങ്കിൽ പ്രസ്താവനകൾ ഏതെല്ലാം? ആൻസർ ഓപ്ഷൻ ഡി, എല്ലാം ശരിയാണ്. നമുക്കതൊന്ന് നോക്കാം. 1. 1498 മെയ് മാസത്തിൽ വാസ്കോഡഗാമ കോഴിക്കോടെത്തി. 2. 1500 പെഡ്രോ അൽവാരസ് ഗബ്രാളിൻ്റെ നേതൃത്വത്തിൽ രണ്ടാം പോർച്ചുഗീസ് സംഘം കേരളത്തിലെത്തി. 3. 1502 വാസ്കോഡഗാമ രണ്ടാം തവണ കേരളത്തിലെത്തി. 4. പോർച്ചുഗീസുകാർ കേരളം വിടുന്നതുവരെ കോലോത്തിരിയുമായി അവർക്ക് സ്ഥിരവും തുടർച്ചയുള്ളതുമായ സൗഹൃദമാണ് ഉണ്ടായിരുന്നത്. 4 ശരിയാണ്. ഈ ഭാഗവുമായി ബന്ധപ്പെട്ട് കുറച്ച് ഇൻഫർമേഷൻ കൂടെ നോക്കാം. ആധുനിക ഇന്ത്യയുടെ ചരിത്രത്തിന് തന്നെ തുടക്കം കുറിച്ച സംഭവമാണ് യൂറോപ്യന്മാരുടെ ആഗമനം. ആഫ്രിക്കയിൽ ശുഭപ്രതീക്ഷ മുനമ്പ് ചുറ്റി സഞ്ചരിച്ച ആദ്യ പോർച്ചുഗീസ് നാവികനാണ് ബർത്തലോമിയോ ഡയസ് 1488. കടൽ മാർഗം ഇന്ത്യയിലെത്തിയ ആദ്യ യൂറോപ്യൻ വാസ്കോഡഗാമയാണ്. വാസ്കോഡഗാമ ഇന്ത്യയിൽ വന്നെത്തിയത് കാപ്പാട്, കോഴിക്കോടാണ്. 1498 മെയ് 20 വാസ്കോഡഗാമ വന്നിറങ്ങിയ കപ്പലിൻ്റെ പേര് സെൻറ്റ് ഗബ്രയേൽ ആണ്. വാസ്കോഡഗാമയെ ഇന്ത്യയിലേക്ക് അയച്ചത് മാനുവൽ ഫസ്റ്റ് ആണ്. ഇന്ത്യൻ മഹാസമുദ്രത്തിലെ സേനാധിപതി എന്ന് മാനുവൽ രാജാവ് വിശേഷിപ്പിച്ച വാസ്കോഡഗാമയാണ്. വാസ്കോഡഗാമയുടെ ഭൗതിക ശരീരം ആദ്യം അടക്കം ചെയ്ത കൊച്ചിയിലെ പള്ളിയാണ് സെൻറ്റ് ഫ്രാൻസിസ് പള്ളി. വാസ്കോഡഗാമ രണ്ടാമതായി ഇന്ത്യയിലെത്തിയ വർഷം 1502 വാസ്കോഡഗാമ മൂന്നാമതും അവസാനവുമായി വന്ന വർഷമാണ് 1524. അദ്ദേഹം വൈസ്രോയി ആയിട്ടാണ് മൂന്നാമതായിട്ട് ഇന്ത്യയിലെത്തിയത്. വാസ്കോഡഗാമയുടെ പിൻഗാമിയായി ഇന്ത്യയിലെത്തിയ പോർച്ചുഗീസ് നാവികരാണ് പെഡ്രോ അൽവാരിസ് ഗബ്രാള് 1500. ഇന്ത്യയിലെ ആദ്യത്തെ പോർച്ചുഗീസ് വൈസ്രോയി എന്നറിയപ്പെടുന്നതും ഫ്രാൻസിസ്കോ ഡി അൽമേഡയാണ്. നീല ജലനയം നടപ്പിലാക്കിയ പോർച്ചുഗീസ് വൈസ്രോയിയാണ് ഫ്രാൻസിസ്കോ ഡി അൽമേഡ. കണ്ണൂരിലെ സെൻറ്റ് ആഞ്ചലോസ് കോട്ട നിർമ്മിച്ചതും ഫ്രാൻസിസ്കോ അൽമേഡയാണ്. 1505. എന്നാൽ ഇന്ത്യയിൽ യൂറോപ്യന്മാർ നിർമ്മിച്ച ആദ്യ കോട്ടയാണ് മാനുവൽ കോട്ട. അത് 1503 കൊച്ചിയിലാണ്. ഇതിന് പള്ളിപ്പുറം കോട്ട എന്നും വൈപ്പിൻ കോട്ട എന്നും ആയക്കോട്ട എന്നീ പേരുകളൊക്കെ അറിയപ്പെടുന്നത് മാനുവൽ കോട്ടയാണ്. ഈ മാനുവൽ കോട്ട നിർമ്മിച്ചത് അൽബുക്കർക്കാണ്. ഇന്ത്യയിൽ പോർച്ചുഗീസ് സാമ്രാജ്യത്തിൻ്റെ സ്ഥാപകനായി അറിയപ്പെടുന്നത് അൽബുക്കർക്കാണ്, അൽഫോൺസ ഡി അൽബുക്കർക്ക്. മിശ്ര കോളനി വ്യവസ്ഥ പ്രോത്സാഹിപ്പിച്ച വൈസ്രോയിയാണ് അൽബുക്കർക്ക്. പോർച്ചുഗീസുകാരുടെ ഇന്ത്യയിലെ പ്രധാന കേന്ദ്രമായിരുന്നു ഗോവ. പോർച്ചുഗീസുകാർ ഗോവ കീഴടക്കിയത് 1510. 1510 ബീജാപ്പൂർ സുൽത്താനിൽ നിന്നാണ് ഗോവ പിടിച്ചടക്കിയത്. ഗോവ വിമോചനവുമായി ബന്ധപ്പെട്ട് ഇന്ത്യൻ സേന നടത്തിയ സൈനിക നടപടിയാണ് ഓപ്പറേഷൻ വിജയ് 1961. ഇന്ത്യയിൽ ആദ്യമായി അച്ചടിശാല ആരംഭിച്ചത് പോർച്ചുഗീസുകാരാണ്, ഗോവയിലാണ്. ഇന്ത്യയിൽ പുകയില കൃഷി ആരംഭിച്ചതും പോർച്ചുഗീസുകാരാണ്. കൈതച്ചക്ക, പപ്പായ, കശുവണ്ടി എന്നിവ ഇന്ത്യയിൽ കൊണ്ടുവന്നതും പോർച്ചുഗീസുകാരാണ്. ചവിട്ട് നാടകത്തെ ഒരു ജനകീയ കലാരൂപമാക്കി ഉയർത്തിക്കൊണ്ടുവന്നതും പോർച്ചുഗീസുകാരാണ്. അടുത്ത ക്വസ്റ്റ്യൻ: കുളച്ചൽ യുദ്ധത്തിൽ മാർത്താണ്ഡവർമ്മ ഏത് യൂറോപ്യൻ ശക്തിയെയാണ് പരാജയപ്പെടുത്തിയത്? ആൻസർ ഓപ്ഷൻ സി, ഡച്ചുകാർ. ഡച്ചുകാർ ഇന്ത്യയിൽ വന്ന വർഷം AD 1595. ഡച്ചുകാർ ഇന്ത്യയിൽ ആദ്യത്തെ ഫാക്ടറി സ്ഥാപിച്ച് മസൂലിപ്പട്ടണം 1605. ഇന്ത്യയിൽ പാശ്ചാത്യ ശാസ്ത്രം പ്രചരിപ്പിച്ചത് ഡച്ചുകാരാണ്. മാർത്താണ്ഡവർമ്മ ഡച്ചുകാരെ പരാജയപ്പെടുത്തിയ യുദ്ധമാണ് കുളച്ചൽ യുദ്ധം 1741 ഓഗസ്റ്റ് 10. ഡച്ചുകാരുടെ ഏറ്റവും പ്രധാനപ്പെട്ട സംഭാവനയായി കണക്കാക്കപ്പെടുന്നത് ഹോർത്തൂസ് മലബാറിക്കസ് ആണ്. ഹോർത്തൂസ് മലബാറിക്കസ് തയ്യാറാക്കാൻ നേതൃത്വം നൽകിയ ഡച്ച് ഗവർണറാണ് അഡ്മിറൽ വാൻ റീഡ്. ഡാനിഷുകാർ 1620 ട്രാൻസ്ബർഗ് കോട്ട പണികഴിപ്പിച്ച സ്ഥലമാണ് ട്രാൻസ്ക്യൂബർ, തരകമ്പാടി. ഇന്ത്യയിൽ നിന്നും ആദ്യം തിരിച്ചുപോയ യൂറോപ്യൻ ശക്തി ഡച്ചുകാരാണ്. 1825. ഡച്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിതമായത് 1602. പറങ്കികൾ എന്നറിയപ്പെടുന്നത് പോർച്ചുഗീസുകാരെയാണ്. ലന്തക്കാർ എന്നറിയപ്പെടുന്ന ഡച്ചുകാരെയാണ്. പരന്ത്രീസുകാർ എന്നറിയപ്പെടുന്ന ഫ്രഞ്ചുകാരെയാണ്. അടുത്ത ക്വസ്റ്റ്യൻ: താഴെ തന്നിരിക്കുന്ന പുസ്തകങ്ങളുടെയും രചയിതാക്കളുടെയും പേരുകൾ താരതമ്യം ചെയ്ത് ശരിയായ ഉത്തരം കണ്ടെത്തുക.
ആൻസർ ഓപ്ഷൻ എ ആണ്. 1 സി ഹോർത്തൂസ് മലബാറിക്കസ് ഹെൻറിക് വാൻഡ്രീഡ്, മാമാങ്കം കിളിപ്പാട്ട് കാടഞ്ചേരി നമ്പൂതിരി, പെരുമാൾ തിരുമൊഴി കുലശേഖര ആൾവാർ, തൂഫത്തുൽ മുവാഹിദീൻ ഷെയ്ഖ് സൈനുദ്ദീൻ. മലബാറിലെ ഔഷധ സസ്യങ്ങളെപ്പറ്റി പ്രതിപാദിക്കുന്ന ഡച്ചുകാർ തയ്യാറാക്കിയ പുസ്തകമാണ് ഹോർത്തൂസ് മലബാറിക്കസ്. ഹോർത്തൂസ് മലബാറിക്കസ് തയ്യാറാക്കിയ ഭാഷ ലാറ്റിനാണ്. കേരളാരാമം എന്നറിയപ്പെടുന്ന ഗ്രന്ഥമാണ് ഹോർത്തൂസ് മലബാറിക്കസ്. ഹോർത്തൂസ് മലബാറിക്കസ് പ്രസിദ്ധീകരിച്ച സ്ഥലം ആംസ്റ്റർഡാമാണ്. 1678 to 1703 കാലയളവിലാണ് ഇത് പ്രസിദ്ധീകരിച്ചത്. മലയാള ഭാഷ അച്ചടിച്ച ആദ്യ ഗ്രന്ഥമാണ് ഹോർത്തൂസ് മലബാറിക്കസ്. ഹോർത്തൂസ് മലബാറിക്കസിന്റെ രചനയിൽ സഹായിച്ച മലയാളികളാണ് E.T. അച്യുതനും രംഗഭട്ട്, അപ്പുഭട്ട്, വിനായകഭട്ട്, ജോൺ മാത്യൂസ്. ഹോർത്തൂസ് മലബാറിക്കസ് മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്ത് K.S. മണിലാലാണ്. ഹോർത്തൂസ് മലബാറിക്കസിന്റെ മലയാളം പതിപ്പ് പ്രസിദ്ധീകരിക്കുന്നതിന് നേതൃത്വം നൽകിയ സർവകലാശാലയാണ് കേരള സർവകലാശാല. ഹോർത്തൂസ് മലബാറിക്കസിന് ആകെ 12 വോള്യങ്ങളാണുള്ളത്. മാമാങ്കം കിളിപ്പാട്ട് എന്ന കാവ്യം രചിച്ച് കാടഞ്ചേരി നമ്പൂതിരിയാണ്. സാമൂതിരിയുടെ കൊട്ടാരത്തിലെ സദസ്യനായിരുന്നു ഇദ്ദേഹം. അതുപോലെ ദക്ഷിണേന്ത്യയിലെ വൈഷ്ണവ പ്രസ്ഥാനത്തിന്റെ ചരിത്രത്തിൽ അനശ്വരനും തമിഴിലെ പ്രശസ്ത ഭക്തപ്രബന്ധമായ പെരുമാൾ തിരുമൊഴി എന്ന ഗ്രന്ഥം എഴുതിയത് കുലശേഖര ആൾവാറാണ്. 2ാം ചേര സാമ്രാജ്യത്തിന്റെ സ്ഥാപകനായിട്ട് അറിയപ്പെടുന്നത് കുലശേഖര ആൾവാറയാണ്. സംസ്കൃതത്തിലെ മുകുന്ദമാല എന്ന ഭക്തികാവ്യത്തിന്റെയും കർത്താവ് കുലശേഖര ആൾവാറാണ്. പോർച്ചുഗീസ് ആധിപത്യത്തിനെതിരെ കോഴിക്കോട് സാമൂതിരിമാരും കുഞ്ഞാലിമരക്കാരും നടത്തിയ പോരാട്ടങ്ങൾ വിവരിക്കുന്ന കൃതിയാണ് തൂഫത്തുൽ മുജാഹിദീൻ. കേരളത്തിലെ പോർച്ചുഗീസ് അതിക്രമങ്ങളെക്കുറിച്ച് സൂചന നൽകുന്ന ഷെയ്ഖ് സൈനുദ്ദീന്റെ കൃതിയാണ് തൂഫത്തുൽ മുജാഹിദീൻ. കേരളത്തിൽ രചിക്കപ്പെട്ട ആദ്യ ചരിത്രകൃതിയായി പണ്ഡിതന്മാർ കണക്കാക്കുന്നതും ഈ കൃതിയെയാണ്. തൂഫത്തുൽ മുജാഹിദീൻ രചിച്ച ഭാഷ അറബി ഭാഷയിലാണ്. 16ാം നൂറ്റാണ്ടിലാണ് ഇത് എഴുതപ്പെട്ടിട്ടുള്ളത്. അടുത്ത ക്വസ്റ്റ്യൻ, കേരളത്തിലെ ഒന്നാമത്തെ EMS നമ്പൂതിരിപ്പാടിന്റെ കീഴിലുള്ള മന്ത്രിസഭയുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന അല്ലെങ്കിൽ പ്രസ്താവനകൾ ഏതെല്ലാം? ആൻസർ ഓപ്ഷൻ സി ആണ്. 1ഉം 3ഉം ആണ് ശരി. 1 ജോസഫ് മുണ്ടശ്ശേരി ആയിരുന്നു വിദ്യാഭ്യാസ മന്ത്രി. 3 KR ഗൗരി ആയിരുന്നു റവന്യൂ വകുപ്പ് മന്ത്രി. 1ാം കേരള മന്ത്രിസഭയിലെ അംഗങ്ങൾ ആരൊക്കെ നോക്കാം. മുഖ്യമന്ത്രി EMS നമ്പൂതിരിപ്പാട്, ധനകാര്യം C അച്യുതമേനോന്, തൊഴിൽ ട്രാൻസ്പോർട്ട് TV തോമസ്, ഭക്ഷ്യം വനം KC ജോർജ്, വ്യവസായം KP ഗോപാലൻ, പബ്ലിക് വർക്ക്സ് TA മജീദ്, തദ്ദേശഭരണം PK ചാത്തം മാസ്റ്റർ, വിദ്യാഭ്യാസം സഹകരണം ജോസഫ് മുണ്ടശ്ശേരി, റവന്യൂ KR ഗൗരിയമ്മ, നിയമം VR കൃഷ്ണയ്യർ, ആരോഗ്യം ഡോക്ടർ AR മേനോന്. കേരളത്തിൽ ആദ്യ നിയമസഭ നിലവിൽ വന്നത് 1957 ഏപ്രിൽ 1 കേരളത്തിൽ ആദ്യത്തെ മന്ത്രിസഭ നിലവിൽ വന്നത് 1957 ഏപ്രിൽ 5. എന്നാൽ 1ാം കേരള നിയമസഭയുടെ ആദ്യ സമ്മേളനം നടന്നത് 1957 ഏപ്രിൽ 27. ഇന്ത്യയിലെ ആദ്യ കോൺഗ്രസ് ഇതര മന്ത്രിസഭ നിലവിൽ വന്ന സംസ്ഥാനമാണ് കേരളം. കേരളത്തിലെ ആദ്യ നിയമസഭാ മണ്ഡലങ്ങളുടെ എണ്ണം 114 ആയിരുന്നു. കേരളത്തിലെ ആദ്യ നിയമസഭയിലെ അംഗങ്ങളുടെ എണ്ണം 127 ആണ്. ഒരു നോമിനേറ്റ് അംഗം ഉണ്ടായിരുന്നു. 1ാം കേരള മന്ത്രിസഭയിലെ മന്ത്രിമാരുടെ എണ്ണം 11 ആണ്. 1ാം കേരള മന്ത്രിസഭയിലെ വനിതാ മന്ത്രിമാരുടെ എണ്ണം 1. 1ാം കേരള നിയമസഭയിലെ വനിതകളുടെ എണ്ണം 6 അടുത്ത ക്വസ്റ്റ്യൻ, മൻസബ്ദാരി സമ്പ്രദായം നടപ്പിലാക്കിയത്? ആൻസർ ഓപ്ഷൻ ബി അക്ബർ. സൈനിക ശക്തിയോടൊപ്പം പ്രഭുക്കന്മാരുടെയും ഉദ്യോഗസ്ഥരുടെയും പിന്തുണ ഉറപ്പാക്കാൻ അക്ബർ സ്വീകരിച്ച സമ്പ്രദായമാണ് മാൻസബ്ദാരി. മാൻസബ്ദാരി സമ്പ്രദായം അക്ബർ കടം കൊണ്ടത് മധ്യേഷ്യയിൽ നിന്നാണ്. മാൻസബ് എന്ന പദം കൊണ്ട് മുഗൾ സൈനിക ഉദ്യോഗസ്ഥന്റെ പദവിയെയാണ് അർത്ഥമാക്കുന്നത്. മാൻസബ് പദവി വഹിച്ചിരുന്നവർ അറിയപ്പെടുന്നത് മൻസബ്ദാർ. മൻസബ്ദാരി എന്ന സമ്പ്രദായത്തിലെ ഉദ്യോഗസ്ഥന്റെ പദവി, ശമ്പളം, സൈനിക ഉത്തരവാദിത്തം എന്നിവ തരംതിരിച്ച് നിർണയിച്ചു. മൻസബ്ദാരി എന്ന സമ്പ്രദായത്തിലൂടെ ഉദ്യോഗസ്ഥന്മാരുടെ പദവി, ശമ്പളം, സൈനിക ഉത്തരവാദിത്തം എന്നിവ തരംതിരിച്ച് നിർണയിച്ചു. മൻസബ്ദാർ നിലനിർത്തിയിരുന്ന കുതിരപ്പടയാളികളുടെയും കുതിരകളുടെയും എണ്ണത്തെ അടിസ്ഥാനമാക്കിയായിരുന്നു പദവി നിർണയിച്ചിരുന്നത്. 30ലധികം പദവികളിലായി 10 മുതൽ 10,000 വരെ കുതിരകളുള്ള മൻസബ്ദാർമാർ അക്ബറുടെ സൈന്യത്തിലുണ്ടായിരുന്നു. ഓരോ മൻസബ്ദാരിനും സത്ത്, സവർ എന്നീ 2 ഉപവിഭാഗങ്ങളുണ്ടായിരുന്നു. സത്ത് എന്ന വാക്കിനർത്ഥം വ്യക്തി എന്നും
സവർ എന്നത് ഒരാൾ സൂക്ഷിക്കേണ്ട കുതിരപ്പടയാളികളുടെ എണ്ണത്തെയും സൂചിപ്പിക്കുന്നു. ഇത് സൈന്യത്തിലെ ഒരു വ്യക്തിയുടെ സ്ഥാനവും വേതനവും നിജപ്പെടുത്തിയിരുന്നു. ഏറ്റവും മഹാനായ മുഗൾ ചക്രവർത്തി എന്നറിയപ്പെടുന്നത് അക്ബറായിരുന്നു. അക്ബറുടെ കിരീടധാരണം നടന്നത് കലനാവൂരിൽ വെച്ചിട്ടാണ്. അക്ബറുടെ വഴികാട്ടിയും രക്ഷകർത്താവുമായിരുന്നു ബൈറാ ഖാൻ. രണ്ടാം പാനിപ്പത്ത് യുദ്ധത്തിൽ 1556 അക്ബർ ഹെമുവിനെ പരാജയപ്പെടുത്തി. ജസിയ എന്ന തീർത്ഥാടന നികുതി നിരോധിച്ച മുഗൾ ഭരണാധികാരിയായിരുന്നു അക്ബർ. അക്ബർ സ്ഥാപിച്ച മതമാണ് ദീൻ ഇലാഹി. 1582 അക്ബർ കൊണ്ടുവന്ന കലണ്ടറാണ് ഇലാഹി കലണ്ടർ. 1583 അക്ബറുടെ ഭൂനികുതി സമ്പ്രദായം സാപ്തി എന്നറിയപ്പെടുന്നു. അക്ബറുടെ സൈനിക സമ്പ്രദായമാണ് മൻസബ്ദാരി. അക്ബറുടെ റവന്യൂ മന്ത്രിയായിരുന്നു രാജ തോണ്ടർമാൾ. അക്ബറുടെ സൈനിക മേധാവി രാജ മാൻസിംഗ്. അക്ബറുടെ സദസ്സിലെ വിദൂഷകൻ ബീർബൽ. അക്ബറുടെ സദസ്സിലെ സംഗീതജ്ഞൻ താൻസൻ. ബീർബലിന്റെ ശരിയായ പേര് മഹേഷ് ദാസ് എന്നാണ്. താൻസന്റെ ശരിയായ പേര് രാമതാണു പാണ്ഡെ എന്നാണ്. അക്ബറുടെ സദസ്സിലെ ഹിന്ദി കവികളാണ് സൂർദാസ്, തുളസിദാസ്. രാമചരിതമാനസത്തിന്റെ കർത്താവാണ് തുളസിദാസ്. ഐനി അക്ബാരി, അക്ബർനാമ എന്നിവ രചിച്ച അക്ബറിന്റെ സദസ്യനായ കവിയാണ് അബുൽ ഫസൽ. 1600 ഈസ്റ്റ് ഇന്ത്യ കമ്പനി ലണ്ടനിൽ സ്ഥാപിച്ചപ്പോൾ ഇന്ത്യ ഭരിച്ചിരുന്ന മുഗൾ ഭരണാധികാരിയാണ് അക്ബർ. അക്ബറുടെ കൊട്ടാരം സന്ദർശിച്ച ആദ്യ ഇംഗ്ലീഷുകാരൻ മാസ്റ്റർ റാൽഫിച്ചാണ്. ഫത്തേപൂർ സിക്രി എന്ന തലസ്ഥാന നഗരം സൃഷ്ടിച്ച മുഗൾ ഭരണാധികാരിയാണ് അക്ബർ. ആഗ്ര കോട്ട, പഞ്ച്മഹൽ, ബുലന്ദ് ദർവാസ, ലാഹോർ കോട്ട എന്നിവ പണികഴിപ്പിച്ചതും അക്ബറാണ്. ഫത്തേപൂർ സിക്രി എന്ന തലസ്ഥാന നഗരം സൃഷ്ടിച്ച മുഗൾ ഭരണാധികാരിയാണ് അക്ബർ. ഫത്തേപൂർ സിക്രി സ്ഥിതി ചെയ്യുന്നത് ഉത്തർപ്രദേശിലെ ആഗ്രയിലാണ്. ചെങ്കല്ലിന്റെ ഇതിഹാസം എന്ന് വിളിക്കുന്നത് ഫത്തേപൂർ സിക്രിയെയാണ്. ഫത്തേപൂർ സിക്രിയുടെ പ്രവേശന കവാടമാണ് ബുലന്ദ് ദർവാസ. ഇന്ത്യയിലെ ഏറ്റവും വലിയ പ്രവേശന കവാടമാണ് ബുലന്ദ് ദർവാസ. അടുത്ത ക്വസ്റ്റ്യൻ, ഏത് ആക്ട് അനുസരിച്ചാണ് ഇന്ത്യയുടെ ഭരണം ഈസ്റ്റ് ഇന്ത്യ കമ്പനിയിൽ നിന്നും ബ്രിട്ടീഷ് ഗവൺമെന്റ് ഏറ്റെടുത്തത്? ആൻസർ ഓപ്ഷൻ ബി, ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട്. 1887 ഒന്നാം സ്വാതന്ത്ര്യ സമരം അഥവാ ശിപ്പായി ലഹളയ്ക്ക് ശേഷം നടപ്പിലാക്കിയ നിയമമാണ് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് 1858. 1858 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് പ്രകാരം ഇന്ത്യയുടെ ഭരണം മുഴുവനായും ബ്രിട്ടീഷ് രാജ്ഞിയുടെ കീഴിലായി. 1858 വിപ്ലവത്തിന്റെ ഫലമായി ഇന്ത്യയിലെ ഭരണാധികാരിയായ ബ്രിട്ടീഷ് രാജ്ഞിയാണ് വിക്ടോറിയ രാജ്ഞി. ഈ നിയമപ്രകാരം ഇന്ത്യൻ ജനതയെ ഭരിക്കാനായി ബ്രിട്ടീഷ് ഗവൺമെന്റ് ഏർപ്പെടുത്തിയ പദവിയാണ് സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ്. സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് ബ്രിട്ടീഷ് ക്യാബിനറ്റിലെ അംഗമാണ്. ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഭരണം അവസാനിക്കാൻ കാരണമായ നിയമമാണ് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് 1858. ഭരണമാറ്റത്തിന്റെ ഫലമായി പിൻവലിക്കപ്പെട്ട ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ നിയമമാണ് ദത്തവകാശ നിരോധന നയം. ആക്ട് ഫോർ ദ ഗുഡ് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്ന നിയമമാണ് 1858 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട്. ഇന്ത്യയിലെ ജനങ്ങളുടെ മഗ്ന കാർട്ട എന്നറിയപ്പെടുന്ന നിയമമാണിത്. 1858 നവംബർ 1 അലഹബാദിൽ ചേർന്ന ദർബാറിൽ വെച്ച് ബ്രിട്ടീഷ് രാജ്ഞിയുടെ വിളംബരം വായിച്ച വ്യക്തിയാണ് കാനിങ് പ്രഭു. ഈ നിയമം പ്രാബല്യത്തിൽ വന്നതോടെ ഗവർണർ ജനറൽ ഓഫ് ഇന്ത്യ എന്നത് വൈസ്രോയി എന്ന പേരിൽ അറിയപ്പെടാൻ തുടങ്ങി. ഇന്ത്യയിലെ ബ്രിട്ടീഷ് കിരീടത്തിന് നേരിട്ടുള്ള പ്രതിനിധിയായിരുന്നു വൈസ്രോയി. 1858 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ടിന് രാജകീയ അനുമതി ലഭിച്ചത് 1858 ഓഗസ്റ്റ് 2 1858 ബ്രിട്ടീഷ് രാജ്ഞിയുടെ വിളംബരത്തിനെതിരെ എതിർ വിളംബരം പുറപ്പെടുവിച്ച വിപ്ലവകാരിയാണ് ബീഗം ഹസ്രത്ത് മഹൽ. അടുത്ത ക്വസ്റ്റ്യൻ, താഴെ പറയുന്ന സംഭവങ്ങൾ അവ നടന്ന കാലക്രമം അനുസരിച്ച് ക്രമീകരിക്കുക. ആൻസർ ഓപ്ഷൻ ഡി ആണ്. ബംഗാൾ വിഭജനം, അത് കഴിഞ്ഞ് റൗലറ്റ് ആക്ട്, അത് കഴിഞ്ഞ് നെഹ്റു റിപ്പോർട്ട്, അത് കഴിഞ്ഞ് ഗാന്ധി ഇർവിൻ പാക്ട്. ബംഗാൾ വിഭജിച്ചത് 1905 ജൂലൈ 20. ബംഗാൾ വിഭജനം നടത്തിയത് കേഴ്സൺ പ്രഭു. ബംഗാൾ വിഭജനം നിലവിൽ വന്നത് 1905 ഒക്ടോബർ 16. ബംഗാൾ വിഭജനം നിലവിൽ വരുമ്പോൾ വൈസ്രോയ് മിൻറ്റോ സെക്കൻഡ് പ്രഭുവായിരുന്നു. ബംഗാൾ മുഴുവൻ വിലാപദിനമായി ആചരിച്ചത് ഒക്ടോബർ 16. ബംഗാൾ വിഭജനം റദ്ദാക്കിയത് 1911 ഹാർഡിഞ്ച് പ്രഭുവാണ്. ബംഗാൾ വിഭജന സമയത്തെ ഇന്ത്യൻ സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് ലോർഡ് ബ്രോഡിക് ആയിരുന്നു. ബംഗാൾ വിഭജന സമയത്തെ INC പ്രസിഡന്റ് ഗോപാലകൃഷ്ണ ഗോഖലെ. ബംഗാൾ വിഭജനം റദ്ദാക്കിയ സമയത്ത് INC പ്രസിഡന്റ് BN ധർ. ഒക്ടോബർ 16 രക്ഷാബന്ധൻ ദിനമായി ആചരിക്കാൻ ആഹ്വാനം ചെയ്തത് രവീന്ദ്രനാഥ ടാഗോർ. ബംഗാൾ വിഭജനത്തിനെതിരെയുള്ള പ്രതിഷേധ പരിപാടികളുടെ ഭാഗമായി രൂപം കൊണ്ട പ്രസ്ഥാനമാണ് സ്വദേശി പ്രസ്ഥാനം. അടുത്ത ക്വസ്റ്റ്യൻ, 20 പരിപാടി കൊണ്ടുവന്നതാര്?
ആൻസർ ഓപ്ഷൻ എ ഇന്ദിരാഗാന്ധി. 20 പരിപാടി ആദ്യമായി ആരംഭിച്ച വർഷം 1975. പിന്നീട് ഇത് 1982, 86, 2006 എന്നീ വർഷങ്ങളിലായി പുനഃസംഘടിപ്പിക്കപ്പെട്ടു. 5ാം പഞ്ചവത്സര പദ്ധതി കാലത്ത് കൊണ്ടുവന്ന പരിപാടിയാണ് 20 പരിപാടി. ഗരീബി ഹട്ടാവോ എന്ന മുദ്രാവാക്യം ഉയർത്തിയ പ്രധാനമന്ത്രിയായിരുന്നു ഇന്ദിരാഗാന്ധി. കാലാവധി പൂർത്തിയാകാത്ത ഏക പഞ്ചവത്സര പദ്ധതിയാണ് 5ാം പഞ്ചവത്സര പദ്ധതി. മില്ലേനിയം ഡെവലപ്മെൻറ്റ് ഗോൾസിൻ്റെ ലക്ഷ്യങ്ങളും ദേശീയ പൊതു മിനിമം പരിപാടിയും പരിഗണിച്ചാണ് 2006 പുനഃസംഘടിപ്പിക്കപ്പെട്ടത്. രാജ്യത്തിൻ്റെ ദാരിദ്ര്യം തുടച്ചു നീക്കുക, അതോടൊപ്പം പാവപ്പെട്ടവരുടെയും പിന്നോക്കം നിൽക്കുന്നവരുടെയും ജീവിത നിലവാരം മെച്ചപ്പെടുത്തുക എന്നതാണ് 20 പരിപാടികളുടെ പ്രധാന ലക്ഷ്യം. ദാരിദ്ര്യം, തൊഴിൽ, വിദ്യാഭ്യാസം, ആരോഗ്യം, ശുദ്ധമായ കുടിവെള്ളം, ഭക്ഷ്യസുരക്ഷ, കാർഷിക ഉൽപാദനക്ഷമത, പരിസ്ഥിതി സംരക്ഷണം, സ്ത്രീകൾക്കും മറ്റ് ദുർബല വിഭാഗങ്ങൾക്കും വേണ്ടിയുള്ള പദ്ധതികൾ എന്നിങ്ങനെയുള്ള നിരവധി സാമൂഹ്യ സാമ്പത്തിക വിഷയങ്ങൾ ഈ പരിപാടിയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇന്ത്യൻ പ്രധാനമന്ത്രി പദവിയിലെത്തിയ ആദ്യ വനിതയാണ് ഇന്ദിരാഗാന്ധി. ലോകത്തിലെ തന്നെ 2ാമത്തെ വനിതാ പ്രധാനമന്ത്രിയായിരുന്നു ഇന്ദിരാഗാന്ധി. 1969, 1980 കാലഘട്ടങ്ങളിൽ ബാങ്കുകൾ ദേശസൽക്കരിച്ച പ്രധാനമന്ത്രിയാണ് ഇന്ദിരാഗാന്ധി. ആസൂത്രണ കമ്മീഷന്റെ ചെയർപേഴ്സണായ ആദ്യ വനിതയും കൂടെയാണ് ഇന്ദിരാഗാന്ധി. വിദ്യാർത്ഥികളെ സംഘടിപ്പിച്ചുകൊണ്ട് സ്വാതന്ത്ര്യസമര പ്രസ്ഥാനത്തിന് ചെറു സഹായങ്ങൾ നൽകാൻ ഇന്ദിരാഗാന്ധി ആരംഭിച്ച സംഘടനയാണ് വാനരസേന എന്ന് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, കേരളത്തിലെ സൈലന്റ് വാലി ദേശീയോദ്യാനം ഏത് തരം വനം ആവാസ വ്യവസ്ഥയെ സംരക്ഷിക്കുന്നതിന് പേരുകേട്ടതാണ്? ആൻസർ ഓപ്ഷൻ ബി ഉഷ്ണമേഖലാ മഴക്കാടുകൾ. കേരളത്തിലെ നീലഗിരി കുന്നുകളിൽ സ്ഥിതി ചെയ്യുന്ന സൈലന്റ് വാലി ദേശീയോദ്യാനം സമ്പന്നമായ ജൈവവൈവിധ്യത്തിനും പാരിസ്ഥിതിക പ്രാധാന്യത്തിനും പേരുകേട്ട ഒരു ഉഷ്ണമേഖലാ മഴക്കാടാണ്. കേരളത്തിലെ 2ാമത്തെ ദേശീയോദ്യാനമാണ് സൈലന്റ് വാലി. 9.8 കിലോമീറ്റർ ഭാഗം ഇക്കോ സെൻസിറ്റീവ് സോണായി കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ച കേരളത്തിലെ ദേശീയോദ്യാനമാണ് സൈലന്റ് വാലി. കേരളത്തിലെ ഏക നിത്യഹരിത മഴക്കാടാണ് സൈലന്റ് വാലി. കേരളത്തിലെ ഏക കന്യാവനം, കേരളത്തിലെ ഏറ്റവും വലിയ മഴക്കാട്, ഏറ്റവും കൂടുതൽ ജൈവവൈവിധ്യമുള്ള ദേശീയോദ്യാനം എന്നിങ്ങനെ സൈലന്റ് വാലി അറിയപ്പെടുന്നു. പുരാണങ്ങളിൽ സൈരന്ധ്രി വനം എന്ന പേരിൽ അറിയപ്പെടുന്ന ദേശീയോദ്യാനമാണ് സൈലന്റ് വാലി ദേശീയോദ്യാനം. കേരളത്തിലെ ഏറ്റവും വലിയ ദേശീയോദ്യാനമാണ് സൈലന്റ് വാലി ദേശീയോദ്യാനം. സൈലന്റ് വാലിയെ ദേശീയോദ്യാനമായി കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ച വർഷം 1984. സൈലന്റ് വാലിയെ ദേശീയോദ്യാനമായി പ്രഖ്യാപിച്ച പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയാണ്. സൈലന്റ് വാലി ദേശീയോദ്യാനം ഉദ്ഘാടനം ചെയ്ത പ്രധാനമന്ത്രി രാജീവ് ഗാന്ധിയാണ് 1985 സെപ്റ്റംബർ 7. സൈലന്റ് വാലി സ്ഥിതി ചെയ്യുന്ന താലൂക്ക് മണ്ണാർക്കാടാണ്. വംശനാശം സംഭവിച്ച സിംഹവാലൻ കുരങ്ങുകളെ കാണപ്പെടുന്ന ദേശീയോദ്യാനമാണ് സൈലന്റ് വാലി. സൈലന്റ് വാലി എന്ന പേരിന് കാരണം ചീവീടുകൾ ഇല്ലാത്തത് കൊണ്ടാണ്. സിംഹവാലൻ കുരങ്ങുകൾ സൈലന്റ് വാലിയിൽ മാത്രം കാണപ്പെടാനുള്ള കാരണം വെടിപ്ലാവുകളുടെ സാന്നിധ്യമാണ്. സൈലന്റ് വാലി എന്ന പേര് നിർദ്ദേശിച്ച ബ്രിട്ടീഷുകാരനാണ് റോബർട്ട് റൈറ്റ്. ലോക പൈതൃക പട്ടികയിൽ ഉൾപ്പെടുത്തിയ കേരളത്തിലെ ദേശീയോദ്യാനമാണ് സൈലന്റ് വാലി. മഹാഭാരതത്തിലെ സൈരന്ധ്രി വനം എന്ന് പരാമർശിക്കപ്പെട്ടിരുന്ന കേരളത്തിലെ ദേശീയോദ്യാനമാണ് സൈലന്റ് വാലി. സൈലന്റ് വാലിയെ ബഫർ സോണായി പ്രഖ്യാപിച്ച വർഷം 2007. അടുത്ത ക്വസ്റ്റ്യൻ, പശ്ചിമഘട്ടത്തിലെ പാലക്കാട് ചുരം ഏതൊക്കെ 2 പർവ്വതനിരകളെയാണ് വേർതിരിക്കുന്നത്? ആൻസർ ഓപ്ഷൻ എ നീലഗിരി മലകളും നെല്ലിയാമ്പതി മലനിരകളും. പശ്ചിമഘട്ടത്തിലെ ഏറ്റവും വലിയ ചുരം, കേരളത്തിലെ ഏറ്റവും വലിയ ചുരം, കേരളത്തിലെ സഹ്യന് കുറുകെയുള്ള ഏറ്റവും വലിയ ചുരം, പശ്ചിമഘട്ടത്തിലെ ഏറ്റവും വലിയ മലമ്പാത എന്നിങ്ങനെ അറിയപ്പെടുന്നത് പാലക്കാട് ചുരമാണ്. കോയമ്പത്തൂരിനെയും പാലക്കാടിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ചുരമാണ് പാലക്കാട് ചുരം. പാലക്കാട് ചുരത്തിൻ്റെ ശരാശരി വീതി 40 കിലോമീറ്ററാണ്. പാലക്കാടൻ ചുരത്തിലൂടെ കടന്നു പോകുന്ന ദേശീയപാതയാണ് NH 544. നീലഗിരി കുന്നുകളും ആനമലയ്ക്കും ഇടയിൽ സ്ഥിതി ചെയ്യുന്ന ചുരമാണ് പാലക്കാട് ചുരം. കേരളത്തിൽ നിന്ന് തെക്ക് പടിഞ്ഞാറൻ മൺസൂണിനെ തമിഴ്നാട്ടിലേക്കും തമിഴ്നാട്ടിൽ നിന്നുള്ള ഉഷ്ണകാറ്റിനെ കേരളത്തിലേക്കും കടത്തിവിടുന്ന ചുരമാണ് പാലക്കാട് ചുരം. ദക്ഷിണേന്ത്യയിൽ കാലാവസ്ഥ നിർണ്ണയിക്കുന്നതിൽ പ്രധാന പങ്കുവഹിക്കുന്ന ചുരമാണ് പാലക്കാട് ചുരം. പാലക്കാട് ചുരത്തിലൂടെ ഒഴുകുന്ന നദിയാണ് ഭാരതപ്പുഴ. അടുത്ത ക്വസ്റ്റ്യൻ, താഴെ പറയുന്ന നേതാക്കളിൽ അറ്റ്ലാന്റിക് ചാർട്ടിൽ ഒപ്പുവെച്ചവർ ആരെല്ലാം? ആൻസർ ഓപ്ഷൻ ബി 1, 3. ഒന്നാമത് ഫ്രാങ്ക്ലിൻ ഡി റൂസ്വെൽറ്റ്, 3 വിൻസ്റ്റൺ ചർച്ചിൽ. ഐക്യരാഷ്ട്ര സംഘടനയുടെ രൂപീകരണത്തിന് വഴിവെച്ച ഉടമ്പടിയാണ് അറ്റ്ലാന്റിക് ചാർട്ടർ. 1941 ഓഗസ്റ്റിലാണത്.
ലോകത്തിലെ ഏറ്റവും വലിയ കായികേതര അന്താരാഷ്ട്ര സംഘടനയാണ് ഐക്യരാഷ്ട്ര സംഘടന. അറ്റ്ലാന്റിക് ചാർട്ടർ ഒപ്പുവെച്ച നേതാക്കന്മാരായിരുന്നു ഫ്രാങ്ക്ലിൻ ഡി റൂസ്വെൽറ്റ് USA പ്രസിഡന്റ്, വിൻസ്റ്റൺ ചർച്ചിൽ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി. ഐക്യരാഷ്ട്ര സംഘടന രൂപീകരിക്കുവാൻ തീരുമാനിച്ച സമ്മേളനമാണ് യാൾട്ട കോൺഫറൻസ് ഉക്രൈനിലെ. യുണൈറ്റഡ് നേഷൻ എന്ന പേര് നിർദ്ദേശിച്ചത് ഫ്രാങ്ക്ലിൻ ഡി റൂസ്വെൽറ്റ് ആണ്. UN ചാർട്ടർ ഒപ്പുവെച്ച സമ്മേളനം സാൻ ഫ്രാൻസിസ്കോ സമ്മേളനം 1945 ജൂൺ 26. ഇന്ത്യ UN ചാർട്ടറിൽ ഒപ്പുവെച്ചത് 1945 ജൂൺ 26. UN ചാർട്ടർ നിലവിൽ വന്നത് 1945 ഒക്ടോബർ 24. UN ദിനമായി ആചരിക്കുന്നത് ഒക്ടോബർ 24. ഐക്യരാഷ്ട്ര സംഘടന നിലവിൽ വന്നത് 1945 ഒക്ടോബർ 24. സർവ്വരാഷ്ട്ര സഖ്യത്തിൻ്റെ ഭരണഘടന അറിയപ്പെടുന്നത് കവനൻ്റ് എന്നായിരുന്നു. എന്നാൽ UN ഭരണഘടന അറിയപ്പെടുന്നത് UN ചാർട്ടർ എന്നാണ്. 1945 സാൻ ഫ്രാൻസിസ്കോ സമ്മേളനത്തിൽ 50 രാജ്യങ്ങളാണ് UN ചാർട്ടറിൽ ഒപ്പുവെച്ചത്. UN സ്ഥാപക അംഗങ്ങളുടെ എണ്ണം 51. 51ാമത് ഒപ്പുവെച്ച പോളണ്ടിനെയും സ്ഥാപക അംഗമായിട്ട് പരിഗണിക്കുന്നുണ്ട്. ഇന്ത്യക്ക് വേണ്ടി UN ചാർട്ടറിൽ ഒപ്പുവെച്ചത് രാമസ്വാമി മുതലിയാറാണ്. ഇന്ത്യ UNൽ ഔദ്യോഗികമായി അംഗമായത് 1945 ഒക്ടോബർ 30-നാണ്. UNന്റെ മൊത്ത അംഗസംഖ്യ 193 ആണ്. UNന്റെ ആസ്ഥാനം സ്ഥിതി ചെയ്യുന്നത് മാൻഹട്ടനാണ്, ന്യൂയോർക്ക്. ഐക്യരാഷ്ട്രസഭയുടെ യൂറോപ്പിലെ ആസ്ഥാനം ജനീവയാണ്. UNന്റെ ഔദ്യോഗിക ഭാഷകളുടെ എണ്ണം 6 ആണ്. ഫ്രഞ്ച്, റഷ്യ, ഇംഗ്ലീഷ്, സ്പാനിഷ്, ചൈനീസ്, അറബിക്. UNന്റെ ഭാഷകളിൽ ഏറ്റവും ഒടുവിലായി അംഗീകരിക്കപ്പെട്ട ഭാഷയാണ് അറബി. 1973-ലാണ് അംഗീകരിച്ചത്. UNന്റെ ദൈനംദിന കാര്യങ്ങൾക്കായി ഉപയോഗിക്കുന്ന ഭാഷകളാണ് ഇംഗ്ലീഷും ഫ്രഞ്ചും. അന്താരാഷ്ട്ര നീതിന്യായ കോടതിയിലെ ഔദ്യോഗിക ഭാഷകളാണ് ഇംഗ്ലീഷ്, ഫ്രഞ്ച്. UNന്റെ ആദ്യ സമ്മേളനത്തിന് വേദിയായ നഗരം ലണ്ടനാണ്. 1946. UN പതാക നിലവിൽ വന്നത് 1947 ഒക്ടോബർ 20-നാണ്. UN പതാകയുടെ നിറം ഇളം നീലയാണ്. UNന്റെ പ്രധാന ഘടകങ്ങൾ 6 എന്നാൽ നിലവിൽ 5 ഘടകങ്ങളേ ഉള്ളൂ. UNന്റെ നിലവിലില്ലാത്ത പ്രധാന ഘടകമാണ് പരിരക്ഷണ സമിതി. ട്രസ്റ്റിഷിപ്പ് കൗൺസിൽ എന്ന് നിലവിലില്ല. സ്വയംഭരണം ഇല്ലാത്ത പ്രദേശങ്ങളുടെ ഭരണനിർവഹണത്തിനായിട്ടുള്ള ഘടകമായിരുന്നു പരിരക്ഷണ സമിതി. ഐക്യരാഷ്ട്രസമിതിയുടെ സുപ്രധാനവും ശക്തവുമായ ഘടകമാണ് രക്ഷാസമിതി. UNന്റെ ജനാധിപത്യ വിരുദ്ധ ഘടകം എന്നറിയപ്പെടുന്നത് രക്ഷാസമിതിയാണ്. അടുത്ത ക്വസ്റ്റ്യൻ, താഴെ പറയുന്നവയിൽ ഏതാണ് പ്രധാനമായും ഡെൽറ്റ രൂപപ്പെടുത്തുന്നത്? ആൻസർ ഓപ്ഷൻ സി, നദികളുടെ നിക്ഷേപം. നദികളുടെ നിക്ഷേപണ ഭൂരൂപങ്ങളാണ് എക്കൽ വിശറികള്, ഡെൽറ്റകള്, പ്രളയ സമതലം, നദീതീര തടങ്ങള്, അവസാദ തിട്ടകള്, മിയാൻഡറുകള്, ഓക്സ്ബോ തടാകം, പിടഞ്ഞൊഴുകുന്ന ചാലുകള്. നദികൾ സമതലങ്ങളിലൂടെ ഒഴുകി നദീമുഖങ്ങളോട് അടുക്കുമ്പോൾ അവയുടെ ഒഴുക്ക് സാവധാനത്തിലാവുന്നു. നദികൾ വഹിച്ചു കൊണ്ടുവരുന്ന അവസാദങ്ങൾ ഈ പ്രദേശങ്ങളിൽ നിക്ഷേപിക്കപ്പെടുന്നു. നദികൾ ഈ പ്രദേശങ്ങളിൽ കൈവഴികളായി പിരിഞ്ഞൊഴുകാറുണ്ട്. കൈവഴികൾക്കിടയിൽ നിക്ഷേപിക്കപ്പെട്ട് ഏതാണ്ട് ത്രികോണാകൃതിയിലുള്ള ഭൂരൂപങ്ങൾ രൂപം കൊള്ളുന്നു. ഇത്തരം ഭൂരൂപങ്ങളെയാണ് ഡെൽറ്റ എന്നറിയപ്പെടുന്നത്. ഗ്രീക്ക് അക്ഷരമാലയിലെ ഡെൽറ്റ എന്ന അക്ഷരത്തിൻ്റെ ആകൃതിയോട് സാമ്യമുള്ളത് കൊണ്ടാണ് ഇവയ്ക്ക് ഈ പേര് ലഭിച്ചത്.